ഇവിടെ ഒരു പെൺകുട്ടി ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പം മതിലിന്റെ അപ്പുറത്തെ സൈഡിലൂടെ ഒരു കാലൻ നടന്നു പോകുന്നത് കണ്ടു. അപ്പുറത്തെ സൈഡിലൂടെ പോയി നോക്കിയപ്പോൾ കാലനെ കാണാനില്ല. മറ്റാളിതേ ബാക്കിൽ നിന്നിട്ട് വാളും കൊണ്ട് വീശാൻ നിൽക്കുക അവളെ കൊല്ലാൻ വേണ്ടി. പക്ഷെ പെട്ടെന്ന് കാലന്റെ മഴു അങ്ങ് ചെത്തുപോയി. രതീഷ് എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ രതീഷ് എന്ന് പറഞ്ഞു. പക്ഷെ മഴുവിന്റെ ശക്തി പോയി. കാലന് മഴവും കൊണ്ട് ഇങ്ങനെ പമ്മി പതുങ്ങി നിൽക്കായിരുന്നു. അപ്പൊ പെൺകുട്ടി ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങളുടെ മഴുവിന് എന്താണ് ഈ പറ്റിയത്, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ, എന്റെ സഹായം വേണോ എന്ന് പെൺകുട്ടി ചോദിച്ചു. കാലൻ പറഞ്ഞു, മാറി നിൽക്കാൻ അങ്ങോട്ടെന്ന്. അവൾ ആ മഴു തൊട്ടതും കാലന്റെ മഴു ചാരമായി പോയി. ഏതായി കുരിപ്പ് ഇതിന്റെ ഇടയിൽ കൂടി വന്നിരിക്കുന്നത്, നിനക്ക് എന്ത് വേണം, നീ എന്തിനെ പിന്നാലെ വന്നെന്ന് കാലൻ ചോദിച്ചു. കാലനാണെങ്കിലോ അവിടെ നിന്ന് പോവായിരുന്നു. അപ്പൊ പെൺകുട്ടി പിന്നാലെ പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും നല്ലൊരു മഴു വാങ്ങിത്തരാം, നിങ്ങൾ എന്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ആ കുട്ടീന്റെ പിന്നാലെ കാലൻ പോയി. കുട്ടിയാണെങ്കിലോ ഫുള്ള് കഥ പറിച്ചിട്ട് കാലൻ പണ്ടാരം കുടുങ്ങിയല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുക. ആ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ തടഞ്ഞു വീണു. കാലൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. കുട്ടി പറഞ്ഞു, അത്ര രസമൊന്നുമില്ല എന്ന്. അങ്ങനെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ കാലന്റെ മേത്തൊരു കൊമ്പ് കൊണ്ടു. അപ്പൊ കുട്ടി ചിരിച്ചു. അപ്പൊ കാലൻ പറഞ്ഞു, വലിയ രസമൊന്നുമില്ല എന്ന്. അവിടെ ഒരു പഴയ കൊട്ടാരം പോലെ ഒരു വീടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് രണ്ടുപേരും കൂടി പോയി. അവിടെ നിന്ന് കുട്ടി പറഞ്ഞു, ദേ ഈ മഴ നിങ്ങൾക്ക് പറ്റില്ല, ഇത് ഇത്ര വലിപ്പം പോരേന്ന് ചോദിച്ചു. അവിടെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ആ പ്രതിമ കാലന്റെ ദൈവത്തിന്റേതായിരുന്നു. ഈശ്വരന്റെ അടുത്താണല്ലോ ഞാൻ എത്തിയതെന്ന് വിചാരിച്ചു. കാലന്റെ അടുത്തേന്ന് മഴ എടുക്കാൻ പോയപ്പോൾ കാലന് മഴ വിട്ടുകൊടുത്തു. കാലൻ ആ മഴ എടുത്ത് തറയിൽ വെച്ചപ്പോഴേക്കും അത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള ഒരു മഴയായി മാറി. കാലന്റെ കയ്യിൽ മഴ കിട്ടിയപ്പോൾ കാലൻ ആ കുട്ടീന്റെ നേരെ മഴ വീശി. അപ്പൊ കുട്ടി കാലന്റെ അടുത്തേക്ക് പോയി. കുഞ്ഞന്റോനെ എന്നെ കൂടി കൊണ്ടുപോകും കുഞ്ഞന്റോനെ എന്ന് കാലനോട് കുട്ടി ചോദിച്ചു. പറ്റില്ല എന്ന് കാലൻ ഒറ്റ വാക്കിൽ പറഞ്ഞു. പക്ഷെ ആ കുട്ടി കാലനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. കുട്ടിക്ക് അറിയാൻ കാലൻ കൊണ്ടുപോകില്ല എന്ന്. അതുകൊണ്ട് കുട്ടി പുറത്തേക്ക് പോയി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. കുട്ടി പോകുമ്പോൾ ചോദിച്ചു, ഇനി നമ്മൾ കാണുമെന്ന്. കാലൻ പറഞ്ഞു, ആ ഒരു ദിവസം കാണുമെന്ന്. കുട്ടി പുറത്തേക്ക് പോയപ്പോൾ ഒരു കാളവണ്ടി വന്ന് കുട്ടിയെ ഇടിച്ച് കുട്ടി അങ്ങ് മരിച്ചു. അങ്ങനെ കാലന്റെ അടുത്തേക്ക് കുട്ടിയുടെ ആത്മാവ് വന്നു. അങ്ങനെ കാലനും കുട്ടിയും ഒറ്റക്കെട്ടായി നടന്നു പോയി. ഇനി എന്ന് നമ്മൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞിട്ട് ബുദ്ധി ഉണ്ടെങ്കിലേ പറ, കാലന് കുട്ടിയെ കിട്ടിയത് നല്ലതാണോ കെട്ടതിനാണോ എന്ന്.